ഇന്നത്തെ ക്ലാസ്സിൽ സമകാലികം 2023 ജനുവരി PSC ബുള്ളറ്റിൻ പുറത്തിറക്കിയ പുതിയ പുസ്തകത്തിൽ ജനുവരി 2023 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകളിൽ ചെയ്യുന്നത്. ഇപ്പോൾ ജനുവരി കറണ്ട് അഫയേഴ്സ് തന്നെ ഒരു രണ്ട് മൂന്ന് പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ പുതിയ ഗ്രഹം. നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ പുതിയ ഗ്രഹം LHS 475b. LHS 475b. പുരുഷ ഹോക്കി ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന വിജയം സ്വന്തമാക്കിയ ടീം. പുരുഷ ഹോക്കി ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന വിജയം സ്വന്തമാക്കിയ ടീം നെതർലൻഡ്സ്. 2023 ജനുവരിയിൽ അന്തരിച്ച അസമീസ് കവി. 2023 ജനുവരിയിൽ അന്തരിച്ച അസമീസ് കവി നീൽമണി ഫുക്കൻ. 2023 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം. 2023 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ശ്യാമൾ ഘോഷ്. 2023 ജനുവരിയിൽ അന്തരിച്ച മലയാള ഗാനരചയിതാവും കവിയുമായ വ്യക്തി. 2023 ജനുവരിയിൽ അന്തരിച്ച മലയാള ഗാനരചയിതാവും കവിയുമായ വ്യക്തി BR പ്രസാദ്. പൂർണ്ണമായും ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം. പൂർണ്ണമായും ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മികച്ച കഥയ്ക്കുള്ള 2022 പുരസ്കാരം നേടിയത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മികച്ച കഥയ്ക്കുള്ള 2022 പുരസ്കാരം നേടിയത് N. ഷീജ. N. ഷീജയുടെ കൃതിയാണ് അമ്മ മണമുള്ള കനിവുകൾ. പുരസ്കാര ജേതാവ് N. ഷീജ. കൃതി അമ്മ മണമുള്ള കനിവുകൾ. BCCI പുറത്തുവിട്ട കണക്ക് പ്രകാരം ടെസ്റ്റിൽ 2022 മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾ. BCCI പുറത്തുവിട്ട കണക്ക് പ്രകാരം ടെസ്റ്റിൽ 2022 മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾ ഋഷഭ് പന്ത്, ജസ്പ്രീത് ബുംറ. ഋഷഭ് പന്ത്, ജസ്പ്രീത് ബുംറ. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് 2023 കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് 2023 കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി കേരളം സുരക്ഷിത ഭക്ഷണ ഇടം. കേരളം സുരക്ഷിത ഭക്ഷണ ഇടം. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ഗോകുലം ഗോപാലൻ. 25,000 രൂപയാണ് പുരസ്കാര തുക. ഭൂമിയോട് വലുപ്പത്തിൽ സാമ്യമുള്ള പുതിയ ഗ്രഹത്തെ കണ്ടെത്തിയ നാസ ടെലസ്കോപ്പ് ജെയിംസ് വെബ്. ഭൂമിയോട് വലുപ്പത്തിൽ സാമ്യമുള്ള പുതിയ ഗ്രഹത്തെ കണ്ടെത്തിയ നാസ ടെലസ്കോപ്പ് ജെയിംസ് വെബ്. പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് K. വേണു. പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് K. വേണു. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ ആവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതി. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ ആവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതി ആരോഗ്യ മൈത്രി. പ്രഥമ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. പ്രഥമ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹരിയാന സ്വദേശിനിയായ ഷഫാലി വർമ്മ. പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ. പ്രഥമ അണ്ടർ 19 വനിതാ 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ. അപ്പോൾ 2020 അവിടെ വനിത എന്ന് ചേർത്തിട്ടില്ല, പക്ഷേ ടൂർണമെൻറ്റ് പ്രഥമ വനിതാ അണ്ടർ 19 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ആയിരുന്നു. അതിൽ ചാമ്പ്യന്മാർ ഇന്ത്യ. പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായത്. പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കൾ പാലക്കാട്.
2016 നവംബർ 8 നടപ്പാക്കിയ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് 2023 വിധി പറഞ്ഞ ഭരണഘടനാ ബെഞ്ച്. 2016 നവംബർ 8 നടപ്പാക്കിയ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് 2023 വിധി പറഞ്ഞ ഭരണഘടനാ ബെഞ്ച്. വി രാമസുബ്രഹ്മണ്യൻ, BR ഗവായ്, SA നസീർ, AS ബൊപ്പണ്ണ, നാഗരത്ന. വി രാമസുബ്രഹ്മണ്യൻ, BR ഗവായ്, SA നസീർ, AS ബൊപ്പണ്ണ, നാഗരത്ന. 2022-23 വർഷത്തിൽ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ. 2022-23 വർഷത്തിൽ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ ധനുയാത്ര. 2022 അലൻ ബോർഡർ മെഡലിന് അർഹനായത്. 2022 അലൻ ബോർഡർ മെഡലിന് അർഹനായത് സ്റ്റീവ് സ്മിത്ത്. 2022 ഓടക്കുഴൽ അവാർഡ് ജേതാവ് അംബിക സുധൻ മങ്ങാട്. 2022 ഓടക്കുഴൽ അവാർഡ് ജേതാവ് അംബിക സുധൻ മങ്ങാട്. കൃതി പ്രാണവായു. അപ്പോൾ ഇത് മന്ത്ലി വൈസ് ആയതുകൊണ്ട് നമ്മൾ ഈ പുരസ്കാരം അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓടക്കുഴൽ പുരസ്കാരം, എഴുത്തച്ഛൻ, വയലാർ അവാർഡ് ഇതെല്ലാം കഴിഞ്ഞ 2-3 വർഷത്തെ ഒരുമിച്ച് നമ്മൾ പുറകെ ഈ ക്ലാസ്സിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് നമ്മളിപ്പം ഓരോന്നങ്ങ് വായിച്ച് പോകുന്നതേ ഉള്ളൂ. ഓക്കെ. 2023 ജനുവരിയിൽ ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ് ആരംഭിച്ച സംസ്ഥാനം. 2023 ജനുവരിയിൽ ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ് ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. 2023 ജനുവരി 4 സംസ്ഥാന മന്ത്രിസഭയിൽ വീണ്ടും അംഗമായ മന്ത്രി. 2023 ജനുവരി 4 സംസ്ഥാന മന്ത്രിസഭയിൽ വീണ്ടും അംഗമായ മന്ത്രി സജി ചെറിയാൻ. 2023 പുരുഷ ലോകകപ്പ് ഹോക്കി ജേതാക്കൾ ജർമ്മനി. 2023 പുരുഷ ലോകകപ്പ് ഹോക്കി ജേതാക്കൾ ജർമ്മനി. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം സ്ത്രീ ശാക്തീകരണം. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം സ്ത്രീ ശാക്തീകരണം. 2023 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രമേയം ജനങ്ങളുടെ പങ്കാളിത്തം. 2023 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രമേയം ജനങ്ങളുടെ പങ്കാളിത്തം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കേട്ട് പഠിക്കുക.